ന്യൂനപക്ഷ വിഭാഗങ്ങൾ ഒന്നിനെ വശത്താക്കി കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നേട്ടമുണ്ടാക്കാമെന്ന BJPയുടെ സ്വപ്നത്തിന് ലഭിച്ചത് വല്ലാത്ത തിരിച്ചടിയായി പോയി. ഇതാണ് പറയുന്നത് മോരും മുതിരയും ചേരില്ലെന്നത്. ഈസ്റ്ററിന് സന്ദേശവും ക്രിസ്മസിന് കേക്കുമായി അരമനകളിലും ഭവനങ്ങളിലും കയറി ഇറങ്ങിയിട്ട് ചെരുപ്പ് തേഞ്ഞത് മിച്ചം. പ്രധാനമന്ത്രി മെത്രാന്മാരെ വിളിച്ച് വിരുന്നും നൽകിയിരുന്നല്ലോ. പക്ഷേ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ക്രൈസ്തവ വേട്ടയ്ക്ക് കാര്യമായ കുറവൊന്നും ഉണ്ടായില്ലെന്നു മാത്രമല്ല, 2 കന്യാസ്ത്രീകളെ പിടിച്ച് ഛത്തീസ്ഗഡിൽ ജയിലിലും ഇട്ടു. കേക്കും വേണ്ട, ലഡുവും വേണ്ട, അരമന കാണാൻ വരികയും വേണ്ട എന്ന് പറഞ്ഞ് തെരുവിലിറങ്ങേണ്ടി വന്നു ക്രൈസ്തവർക്കും തിരുമേനിമാർക്കും. അതിരിക്കട്ടെ ബോസ്, നമ്മൾ ഏറ്റെടുത്ത കേരള ഓപ്പറേഷൻ എന്തായി? കേരള ഓപ്പറേഷൻ അതിനായി ഞാൻ അയച്ച എന്റെ ചുടക്കുട്ടികൾ എപ്പോഴേ അവിടെ എത്തിക്കഴിഞ്ഞു. സന്തോഷസൂചകമായി തന്നതിനെ സ്വീകരിച്ച് ബാലകരാം ഞങ്ങളിതാ പോകുന്നു, ഞങ്ങൾ പോകുന്നു, ഞങ്ങൾ പോകുന്നു. സന്തോഷസൂചകമായി തന്നതിനെ സ്വീകരിച്ച് ബാലകരാം ഞങ്ങളിതാ പോകുന്നു, ഞങ്ങൾ പോകുന്നു, ഞങ്ങൾ പോകുന്നു. എക്സ്ക്യൂസ് മീ, നിങ്ങൾക്ക് രണ്ടുപേർക്കും ദൈവത്തിൽ വിശ്വാസമുണ്ടോ? ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ ഒന്ന് വിളിച്ചോളൂ. കാരണം ഇനി പുള്ളിക്കാരന് മാത്രമേ നിങ്ങളെ രക്ഷിക്കാൻ പറ്റൂ. മനസ്സിലായില്ല. അതാ നോക്കൂ, മുറ്റത്തൊരു മൈന. ഛത്തീസ്ഗഡിലെ മലയാളി കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ വ്യാപക പ്രതിഷേധം. കള്ളക്കേസിൽ കുടുക്കിയെന്ന് കന്യാസ്ത്രീകളുടെ കുടുംബം. പറയുന്നത് പ്രവർത്തിക്കുക, പ്രവർത്തിക്കുന്നതിൽ ആത്മാർത്ഥത എല്ലാവരും പ്രകടമാക്കുക. ഇതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഇവർക്ക് ലഭിക്കേണ്ടുന്ന ഒരു നീതി ലഭിക്കാതെ വരുമ്പോൾ പിന്നെ എന്ത് ചങ്ങാത്തം? നീതി ലഭിക്കുമെന്ന് ഉറപ്പായി കഴിയുമ്പോഴാണല്ലോ ബാക്കി സംസാരം. ആദ്യം അത് നടക്കട്ടെ, അതിനുശേഷം നമുക്ക് ചായ കുടിക്കാം. നിങ്ങൾക്ക് കേക്ക് വേണോ? നിങ്ങൾക്ക് കേക്ക് വേണമെങ്കിൽ ഞാനിപ്പോ പറയാം. നിങ്ങൾക്ക് കേക്ക് വേണോ? വേണ്ട, കണ്ടാത്തോണ്ട. ആശംസകളുമായി വരുന്നത് ആട്ടിൻതോലിട്ട ചെന്നായ്ക്കളാണ് എന്ന് UDFും LDFും അന്നേ പറഞ്ഞതാണ്. അത് അവരുടെ കൊതിക്കറവ് കൊണ്ടായിരിക്കുമെന്നാണ് ക്രൈസ്തവ വിശ്വാസികളും കരുതിയത്. ക്രിസ്ത്യൻ നാമധാരികളെ സ്ഥാനാർത്ഥികളാക്കി, ജോർജ് കുര്യനെ മന്ത്രിയാക്കി, RSS രാഷ്ട്രീയത്തിൻ്റെ ബാധ്യതയില്ലാത്ത രാജീവ് ചന്ദ്രശേഖറിനെ പ്രസിഡന്റാക്കി. പക്ഷേ എല്ലാം കൈവിട്ടുപോയ ലക്ഷണമാണ്. കന്യാസ്ത്രീകൾ ജാമ്യത്തിലിറങ്ങിയെങ്കിലും നെട്ടോട്ടം ഓടേണ്ടി വന്നു BJPക്കാർക്ക്. ഏതായാലും അത് നന്നായി. അവനെ ഒന്ന് വളഞ്ഞു പിടിക്കാൻ ഞാനൊരു വഴി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത് ഞാൻ ഏറ്റെടുത്തു. ആട്ടിൻ തോലിട്ട ചെന്നായികളാണ് ക്രിസ്മസ് കാലത്ത് കേക്കുമായി അരമനയിലെത്തുന്നതെന്ന് പറഞ്ഞല്ലോ. ഇപ്പം ഏകദേശം 1.5 കൊല്ലമായി. ഇപ്പം അവർ തന്നെ ഏറ്റു പറയേണ്ടല്ലോ. അതല്ല, ആട്ടിൻ തോലിട്ട ചെന്നായികളായിരുന്നു കേക്കുമായിട്ട് വന്നത്. ഇനി ആര് കേക്കും കിരീടമായിട്ട് ഇങ്ങോട്ട് വരണ്ടെന്ന് അവർ പറഞ്ഞല്ലോ. നിങ്ങൾക്ക് കേക്ക് വേണോ? നിങ്ങൾക്ക് കേക്ക് വേണമെങ്കിൽ ഞാനിപ്പോ പറയാം. ഉമ്മച്ച കേക്ക് കേക്കാ? ഓ, തല്ലാൻ വരുന്നവന് ഇനി കേക്കും കൊണ്ടുവരാ. ക്രിസ്മസിന് കേക്കുമായിട്ട് അരമനയിൽ വരും. അത് കഴിഞ്ഞാൽ അപ്പുറത്ത് പോയിട്ട് കേസ് ചാർജ്. അതാണ് ഇവിടുത്തെ അവസ്ഥ. അത് മനസ്സിലാക്കി മതമേലധ്യക്ഷന്മാർ ശക്തമായിട്ടുള്ള നിലപാടെടുക്കുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇവൻ പറയുന്നത് വിശ്വസിക്കരുത്. ഇവൻ ഭക്ഷണം കഴിക്കാനും കള്ളം പറയാനും മാത്രമാണ് വാ തുറക്കുന്നത്. ഇതിനെ രാഷ്ട്രീയം നാടകമായിട്ട് മാറ്റരുത്. നാടകം നടത്തിയത് ആരാണ് കേരളത്തിൽ നിന്ന് ഇപ്പം ഞാൻ പറയേണ്ട കാര്യമുണ്ടോ? ക്രിസ്മസിന്റെ ദിവസം കേക്കുമായിട്ട് കൊണ്ടുപോകുന്ന നാടകത്തിനപ്പുറം വലിയ നാടകമുണ്ടോ? നിങ്ങൾക്ക് കേക്ക് വേണോ? എന്റെ പൊന്നോ വേണ്ട. എന്നിട്ട് താരക്കിട്ട് തട്ടാനല്ലേ? കേരളത്തിലെ BJPക്കാര് ആകുമ്പോൾ നെട്ടോട്ട് ഓടുകയാണ്. മഹാമതേ മാപ്പു നൽകു ഗുണനിധേ മാലകറ്റാൻ കനിഞ്ഞാലും ദയാവാരിധേ. ഇതിനെ പൊളിറ്റിസൈസ് ചെയ്യാൻ പാടില്ല. ഞങ്ങൾ ഇത് രാഷ്ട്രീയമായിട്ട് കാണുന്നില്ല. ജനങ്ങൾ സഹായിക്കണമെന്ന് പറഞ്ഞാൽ പാർട്ടി ഇറങ്ങും, സഹായിക്കും. അത് മതം നോക്കിയിട്ടോ വോട്ട് നോക്കിയിട്ടോ രാഷ്ട്രീയം നോക്കിയിട്ടല്ല ഞങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എടുത്തുകൊണ്ടിരിക്കുന്ന BJP നിലപാടല്ല ഉത്തരേന്ത്യയിൽ എടുത്തുകൊണ്ടിരിക്കുന്ന BJP നിലപാട്. അവർ ഞാൻ നേരത്തെ പറഞ്ഞ രാഷ്ട്രീയ മുദ്രാവാക്യം നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സഹകരിക്കുന്നവർ തന്നെയാണല്ലോ ഇപ്പോഴും പറഞ്ഞത് കേക്കും ഇങ്ങോട്ട് വരണ്ടില്ല എന്ന്. എന്താണ് എന്നെ വിശ്വാസമില്ല നിങ്ങൾക്ക്? ഇല്ല പൊടി, അന്ന് വിശ്വാസമില്ല. എന്ത് മോശമായി പോയി. ഇതാണ് ഒരിക്കൽ എന്തെങ്കിലും പറ്റിപ്പോയ
പിന്നെ ആരും വിശ്വസിക്കില്ല. അതാണ് സത്യം. ഉത്തരേന്ത്യൻ BJP രാഷ്ട്രീയം ഇവിടെ വേവില്ല. കയ്യിലിരിക്കുന്നത് കളഞ്ഞിട്ട് ആകാശത്തൂടെ പറക്കുന്നത് പിടിക്കാൻ നോക്കല്ലേ എന്ന് ചില ടീച്ചർമാർ ഉപദേശിച്ചു. ഈ രാഷ്ട്രീയ വൈരുദ്ധ്യം പൊള്ളിച്ചത് സ്വർണ്ണ കിരീടം വെച്ച് ഇതിന്റെ പ്രയോജനം തൃശ്ശൂരിൽ ലഭിച്ച സുരേഷ് ഗോപിയെ തന്നെയാണ്. സ്വന്തം സിനിമയുടെ പേര് സെൻസർ ബോർഡ് വെട്ടിയത് മുതൽ മൗനത്തിലാണ്ട സുരേഷ് ഗോപിജി മൗനി ബാബയായി തന്നെ തുടരുകയാണ്. കമ എന്നൊരക്ഷരം ഉരിയാടിയിട്ടില്ല ഇതുവരെ. നമ്മളൊക്കെ എല്ലാ ദൈവങ്ങളെയും ഭജിക്കുന്ന ഒരാളാണ് ഞാൻ, പണം നോക്കാതെ. പക്ഷേ സ്വർണ്ണ കിരീടം നൽകാനുള്ള വരുമാനമൊന്നും എനിക്കില്ല. അതുകൊണ്ടാണ് ഞാനന്ന് പറഞ്ഞത്. ഭക്തിയുണ്ട്, ആരെയും കൊടുക്കുകയാണെങ്കിൽ കൊടുത്തോട്ടെ. ഞാൻ അതിനെക്കുറിച്ച് അന്ന് വിമർശനമൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ ചെയ്യുന്ന പുണ്യപ്രവൃത്തിക്ക് ദൈവം എനിക്ക് എന്തെങ്കിലും തരാതിരിക്കില്ല അല്ലേ സഹോദര? സ്വർണ്ണ കിരീടത്തിന്റെ കൂടെ അറസ്റ്റും ഇവ അദ്ദേഹത്തിനെ കാണാനില്ല, എവിടെ പോയി അറിയില്ല. ഈ സിറ്റി മുഴുവൻ അരിച്ചു പെറുക്കാൻ അവനിപ്പോ അനിക്സ്പ്രേ ആയിട്ടുണ്ടാവും. പൊടി പോലുമില്ല കണ്ടുപിടിക്കാൻ. അത് ഈ കാര്യത്തിൽ മാത്രമല്ല, കുറേ ദിവസമായി തുടങ്ങിയിട്ട് മൗനം. സിനിമയുടെ ഘട്ടം വന്നു മുതലേ മൗനിയായ ഒരവസ്ഥയായിരുന്നു. മിണ്ടാത്തതെന്തേ കിളിപ്പെണ്ണെ നിൻ ചുണ്ടിൽ തേനൊലിയോ തേങ്ങയോ, തേനൊലിയോ തേങ്ങയോ.